ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്കൊരു നല്ലൊരു കുട്ടി സ്റ്റോറി ആയാലോ? അതെ, നമുക്കെല്ലാവർക്കും ഒരു ഗുണപാഠവും ഈ കുട്ടി സ്റ്റോറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഒരിക്കൽ ഒരു കൂട്ടം തവളകൾ ഒരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അതിൽ പെട്ടെന്ന് 2 തവളകൾ ആഴമുള്ള ഒരു കുഴിയിൽ വീണു. കൂടെയുണ്ടായിരുന്ന തവളകളെല്ലാം ആ കുഴിക്ക് ചുറ്റും കൂടി നിന്നു. ആ കുഴിയുടെ ആഴം കണ്ടിട്ട് ആ കൂടി നിന്ന തവളകൾ വിളിച്ചു പറയാൻ തുടങ്ങി, ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം ഈ കുഴി തീരെ ആഴമുള്ളതാണ്. ഇനി അവിടെ കിടന്ന് മരിക്കാനേ വഴിയുള്ളൂ എന്ന് മുകളിലെ തവളകൾ താഴെയുള്ള 2 തവളകളോട് വിളിച്ചു പറയാൻ തുടങ്ങി. പക്ഷേ ആ 2 തവളകളും ഇത് കേൾക്കാതെ മുകളിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് മുകളിലുള്ള തവളകൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ശ്രമിക്കണ്ട, നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. കുറേ പ്രാവശ്യം ശ്രമിച്ചു നോക്കി 2 തവളകളും. അപ്പോഴെല്ലാം മുകളിലുള്ള തവളകൾ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അതിൽ ഒരു തവള ആ ശ്രമം ഉപേക്ഷിച്ചു. അത് അവിടെ കിടന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ സമയത്തും 2ാമത്തെ തവള ആ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ചാട്ടം ചാടി അത് പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് എത്തിയ ആ തവളയോട് മുകളിൽ ചുറ്റി നിന്ന തവളകളെല്ലാം ചോദിച്ചു, ഞങ്ങൾ ഇത്രയും അധികം പറഞ്ഞിട്ടും നീ എങ്ങനെയാണ് പുറത്തെത്തിയത്? അപ്പോഴും ആ ചാടി പുറത്തു വന്ന തവള മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്ന തവളകൾക്കെല്ലാം മനസ്സിലായത് ആ തവളയ്ക്ക് ചെവി കേൾക്കില്ല എന്നുള്ള കാര്യം. ആ ചെവി കേൾക്കാത്ത തവള വിചാരിച്ചത് മുകളിൽ നിൽക്കുന്ന തവളകളെല്ലാം ആക്രോശിച്ചത് തനിക്ക് പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് ആ തവള കരുതി. ഈ കുട്ടി സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലരും നമ്മളെ തളർത്താൻ നോക്കും. നിനക്കിത് കഴിയില്ല, ഇതൊക്കെ വെറുതെയാണ് എന്ന് അവർ പറയും. ആ സമയത്ത് ആ തവളയെപ്പോലെ നമ്മളും കേൾക്കാതിരിക്കണം. നിങ്ങളെ തളർത്തുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക. എന്നാലേ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. പല സാഹചര്യത്തിലും സന്ദർഭത്തിലും നമ്മളെ തളർത്തുവാനും നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്നവർ പല ശ്രമങ്ങളും നടത്തും. പക്ഷെ ആ ശ്രമങ്ങളിലെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മളെ ചുറ്റും കൂടി നിന്ന് പറയുന്നവരെ നമ്മൾ തോൽപ്പിക്കണം. അതിനാദ്യം വേണ്ടത് ദൃഢമായ ഒരു മനസ്സാണ്. ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ള ദൃഢമായ ഉറച്ച വിശ്വാസം അതുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വജനങ്ങളും നിങ്ങളുടെ ചുറ്റും നിന്ന് പറഞ്ഞാലും നിങ്ങൾ തോറ്റു കൊടുക്കില്ല. അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റു കൊടുക്കാൻ നിന്നാൽ ജീവിത അവസാനം വരെ നിങ്ങൾ ഒരു വലിയ പടും തോൽവിയായി നിങ്ങൾ തന്നെ മാറും. നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും നിങ്ങൾ പുറത്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ മുൻപോട്ട് കുതിക്കുക. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ജീവിതത്തിൽ തോൽക്കുവാൻ നിന്നാൽ നിങ്ങൾ വലിയൊരു വൻ പരാജയമായി മാറിത്തീരും. ഇനി നിങ്ങൾ പറ, നിങ്ങൾ പരാജയപ്പെടണോ, വിജയിച്ച് ജീവിതത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി എല്ലാവരുടെ മുന്നിലും നിൽക്കണോ? പലരും നമ്മുടെ ബലഹീനതയെ മുതലെടുക്കാൻ എല്ലാവരും ഉണ്ടാകും. പക്ഷേ നമ്മളുടെ ബലഹീനത മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കുവാനുള്ളതല്ല. പൊരുതി ജയിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ജയിച്ചവരുടെ എല്ലാവരുടെയും ചരിത്രവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു രാത്രിയോ കൊണ്ട് ജയിച്ചവരല്ല. അവരെല്ലാവരും പടപൊരുതി ജീവിതത്തോട് മല്ലടിച്ച് തന്നെയാണ് ജയിച്ച് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് ജയിക്കുന്നവനും ജീവിതത്തിൽ പടപൊരുതി ജയിക്കുന്നവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജീവിതത്തോട് നല്ല രീതിയിൽ പടപൊരുതുക. ഉറപ്പായും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ആ വിജയം നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും. കുറുട്ടു വഴിയിലൂടെ നേടുന്ന വിജയങ്ങളൊന്നും ശാശ്വതമായ ഒരു വിജയമേ അല്ല. ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുമ്പോട്ട് വരിക. നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുക. അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് തോറ്റുകൊടുക്കാൻ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും ഒരു വലിയ പടും തോൽവിയായി മാറുക തന്നെ ചെയ്യും. തോറ്റുകൊടുക്കരുത്. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. പറയുന്നവർ പറയട്ടെ,
തൊണ്ടയിലെ വെള്ളം വറ്റുമ്പോൾ അവർ നിർത്തും എന്നാരും കരുതണ്ട. അടുത്ത് വീണ്ടും വേറെ ആൾക്കാർ പറയാനുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നവർ പറയട്ടെ. അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ആ വിഷയങ്ങളിൽ നമ്മൾ ബധിരനാവുക. അതിന് നമുക്ക് നല്ലൊരു ഉറപ്പുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ആർക്കും തോറ്റുകൊടുക്കരുത്. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല കുട്ടി സ്റ്റോറിയുമായി നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ അതുവരെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിട പറയുന്നു. വീഡിയോ മുഴുവനായി കാണുക. പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.